CPM-ന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന് അങ്ങനെ അഭിപ്രായമുണ്ടോ? മാഡം സോണിയാഗാന്ധിക്ക് ശബരിമലയിൽ ഈ വിഷയവുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്ന്, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന് ഇത്തരം ഒരു ബന്ധമുണ്ടെന്ന് CPM-ന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന് പോലും അങ്ങനെ ആരോപണം ഇല്ലല്ലോ. അപ്പോൾ ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് രക്ഷപ്പെടാൻ വേണ്ടി CPM-ന്റെ സൈബർ കടന്നലുകൾ ഒരുക്കി കൊടുക്കുന്ന ക്യാപ്സ്യൂളുകൾ ഇവിടെ വന്ന് പറയുകയാണ്. വാസ്തവത്തിൽ ഇവർക്ക് വേണ്ടി ന്യായീകരണങ്ങളൊക്കെ ചമയ്ക്കുന്നത് ഏത് മണ്ടന്മാരാണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ടാണല്ലോ പാരഡി പാട്ടിനെതിരെ കേസെടുക്കാൻ പോയത്. ആ പാരഡി പാട്ടിനെതിരെ കേസെടുത്തപ്പോൾ അവസ്ഥ എന്താ? ലണ്ടനിലെ പബ്ബിൽ വരെ ആ പാട്ടാ വരുന്നുകൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവൻ യുവാക്കൾ ആ പാട്ട് വെച്ച് ഡാൻസ് കളിക്കുന്ന ട്രെൻഡിങ് ആയി മാറി. അപ്പൊ ഇവരുടെ മണ്ടത്തരം കാരണം സംഭവിച്ചതാണ്. അപ്പൊ ജനങ്ങൾ വീണ്ടും അത് ചർച്ച ചെയ്യാൻ സാഹചര്യം ഉണ്ടായി. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇവരെ കൊണ്ട് ഈ മണ്ടത്തരം മുഴുവൻ ചെയ്യിപ്പിക്കുന്നതും പറയിപ്പിക്കുന്നതും ഒക്കെ അതിന് പുറകിൽ അയ്യപ്പന്റെ ഒരു മായ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു ഭക്തനാണ് ഞാൻ. അതുകൊണ്ടാണല്ലോ ഈ ചർച്ച ഇപ്പോഴും നീണ്ടുപോകാൻ കാരണമായത്. ഇവരെ ആ പാരഡി പാട്ടിലെടുത്ത കേസ് കൊണ്ടാണല്ലോ ഈ ചർച്ച ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം നിസ്സംശയം പറയാം, ഇതിനകത്ത് നടന്നിട്ടുള്ള വലിയ ഗൂഢാലോചന, അല്ലെങ്കിൽ ഇതിന് പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവരെല്ലാം പുറത്തോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. അതിനുവേണ്ടി ഈ അന്വേഷണം മുന്നോട്ട് പോകുന്ന സമയത്ത് അതിനെ ഒബ്സ്ട്രക്ട് ചെയ്യാൻ, അതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടി നടക്കുന്ന ശ്രമങ്ങൾ ആരൊക്കെ നടത്തിയാലും അതിനെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കും. പ്രതിപക്ഷ നേതാവ് ഏത് കാര്യം എപ്പോൾ പറയണമെന്ന് സംബന്ധിച്ച് കൃത്യമായി ധാരണയുള്ളയാളാണ്. അതുകൊണ്ട് അങ്ങോട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഈ സോണിയാഗാന്ധിയെ കണ്ടത് സംബന്ധിച്ച് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ ഉണ്ണീഷ് അമ്പൂറ്റി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടാവും. അവരെ മുഴുവൻ, ആ ഫോട്ടോഗ്രാഫ് മുഴുവൻ വെച്ച് അവരെ മുഴുവൻ അന്വേഷിക്കണം, അതൊക്കെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളല്ലേ അന്വേഷിക്കുന്നത്. നിങ്ങളെ ഗവൺമെന്റ് ഭരിക്കുന്നു, നിങ്ങളുടെ ഗവൺമെന്റിന് കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ അന്വേഷണം നടത്തുന്നു, ബഹുമാനപ്പെട്ട ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നു. കോൺഗ്രസിനോ UDF-നോ ഏതെങ്കിലും തരത്തിൽ ഈ അന്വേഷണത്തെ സ്വാധീനിക്കാൻ കഴിയോ? ഏതെങ്കിലും കോൺഗ്രസ് നേതാവിന് ഇതിൽ ബന്ധമുണ്ടെങ്കിൽ നിങ്ങളങ്ങ് അന്വേഷിക്കുന്നേ. നിങ്ങൾക്ക് എന്താ കഴിയാത്തത്? നിങ്ങളുടെ സംസ്ഥാന നേതാക്കൾ ജയിലിൽ കിടക്കുമ്പോൾ, നിങ്ങളുടെ ജില്ലാ നേതാക്കൾ ജയിലിൽ കിടക്കുമ്പോൾ നിങ്ങൾക്കെതിരെ രാഷ്ട്രീയ ആരോപണം ഞങ്ങൾക്ക് ഉന്നയിക്കാൻ സ്വാഭാവികമായിട്ടും കഴിയുമല്ലോ.